ഏറ്റുമാനൂരിൽ യുവത്വം മാറ്റം കൊണ്ടുവരുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി ആതിര ഡി നായർ. സ്വന്തം നാടെന്ന നിലയിൽ ഏറ്റുമാനൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വ്യക്തമായി അറിയാം. കൂടുതൽ പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും എൻ.ഡി.എയുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി 2020 അവതരിപ്പിച്ച ആതിര ഡി നായർ പറഞ്ഞു. മിഥുൻ മുരളി തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഒന്ന് കാണാം. ഏറ്റുമാനൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആതിര ഡി നായർ നമുക്കൊപ്പം ചേരുകയാണ്. യുവ സ്ഥാനാർത്ഥിയാണ്, യുവ രാഷ്ട്രീയ പ്രവേശനമാണ്. മുതിർന്ന സ്ഥാനാർത്ഥികളെ കണ്ട് ശീലിച്ച വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ആദ്യം തന്നെ ഒരു വലിയ നന്ദി എല്ലാവർക്കും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു രാഷ്ട്രീയത്തിലേക്ക് കാൽ ചുവട് വെച്ച് തുടങ്ങുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യം കുടുംബപരമായിട്ടോ എനിക്കോ അങ്ങനെ ഒരു പറയത്തക്ക പാരമ്പര്യം ഇല്ല. പക്ഷെ എന്നിരുന്നാലും രാഷ്ട്രീയം ആരും എന്താ പറയാ ജനിക്കുമ്പോഴേ പഠിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മൾ പഠിച്ച് വളരുന്ന അല്ലെങ്കിൽ കണ്ട് കേട്ട് വളരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റുമാനൂര് സ്വന്തം നാടാണ്. സ്വന്തം നാടിന് നൽകുന്ന ഉറപ്പുകൾ എം.എൽ.എ ആയി പ്രതിനിധിയായി വരികയാണെങ്കിൽ എന്തൊക്കെ ഉറപ്പുകളാണ് നൽകുന്നത്? അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നാട്ടിലേക്ക് ഇറങ്ങാം. ഓൾറെഡി ഒരു ഏറ്റുമാനൂരുകാരി ആയതുകൊണ്ട് തന്നെ ഒരു 25 വർഷം ഏറ്റുമാനൂര് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ എന്താണെന്നും ആളുകളെയും എല്ലാം എനിക്കറിയാം. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്കുള്ളിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, പഠിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്താണ് ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ അത് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ അത് പരിഹരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ 2020 പ്രതിനിധിയായിട്ടാണ് സ്ഥാനാർത്ഥിയാകുന്നത്. എന്തുകൊണ്ടാണ് 2020 രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു വേറെ സൈഡാണ്. 2020 എനിക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് കിഴക്കമ്പലമാണ്. ഒരു കിഴക്കമ്പലം മോഡൽ നമ്മളെല്ലാം സ്വപ്നം കാണുന്ന ഒരു എന്താ പറയുക ഒരു നാട് ആണ് കിഴക്കമ്പലം മോഡൽ 2020 കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഏറ്റുമാനൂരിനെ ആക്കാൻ പറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. അവരുടെ ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിലേക്കൊക്കെ അപ്പുറത്ത് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്നെ ആകർഷിച്ചൊരു കാര്യം. അപ്പം അതുകൊണ്ടാണ് 2020 നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. അവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഓക്കെ നമുക്കിതിനകത്ത് ചേരാം എന്ന് വിചാരിച്ചതിന്റെ റീസൺ അതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മുതിർന്ന നേതാക്കളാണ്. ഒരാൾ മന്ത്രിയാണ്, ഒരാൾ കോട്ടയം ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഏറ്റുമാനൂരിൽ മത്സരിക്കുമ്പോൾ? പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? സത്യം പറഞ്ഞാൽ നല്ല പ്രതീക്ഷയുണ്ട്. ജയമായാലും തോൽവിയായാലും ഞാൻ രണ്ടും ഏറ്റുവാങ്ങാൻ റെഡിയാണ്. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് എന്താ പറയാ ജനങ്ങളോട് പറയാനുള്ളത് അവര് മനസ്സിലാക്കട്ടെ, നമ്മളെ മനസ്സിലാക്കട്ടെ. ഇപ്പൊ കുറെ ആളുകൾക്ക് ഞാൻ പുതിയൊരു വ്യക്തിയായിരിക്കാം. അപ്പൊ അവരാദ്യം തന്നെ മനസ്സിലാക്കട്ടെ എന്റെ ആശയങ്ങളും ഒക്കെ അവർക്ക് യോജിക്കുന്നുണ്ട്, അവർക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ എന്റെ കൂടെ നിൽക്കും. എൻ.ഡി.എയുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രത്യേകതകളുണ്ട്. സ്വാഭാവികമായും യുവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് മത്സരിക്കുന്നത്. ആ യുവ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മൾ കേട്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ജോലിയില്ല എന്നുള്ളതാണ്. അതിന്റെ റീസൺ ഇപ്പൊ 2020 ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സാബു സാറിന്റെ കിറ്റെക്സ് അത് വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒരു സംരംഭം നമ്മുടെ രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാത്തത് കാരണമാണ് എന്താ പറയാ സംസ്ഥാനങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോ അതുപോലൊരു കാര്യം നമുക്ക് ഉണ്ടാവരുത്. ലൈക്ക് കുറച്ചുകൂടെ യൂത്തിന് അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അത് വ്യവസായപരമായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, അവരാഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അവരുടേതായിട്ടുള്ള രീതി, അതായത് 2026 രീതിയിൽ വർഷങ്ങൾ മുന്നേ ഉള്ള ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ഓൾഡ് രീതികൾ ഇപ്പോഴും നമ്മൾ തുടർന്നിട്ട് കാര്യമില്ല. സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും അതിനോടൊപ്പം എനിക്കിപ്പോ പറയാൻ തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ കണ്ടതാണ് നമ്മുടെ അത്രയും ലോകരാജ്യങ്ങളുടെ എല്ലാം കപ്പലുകൾ അവിടെ തടസ്സപ്പെട്ട് നിന്നപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ കപ്പലുകളാണ് നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരു സമയമായിരുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അത്രയും നമ്മുടെ എന്താ മോദിജിയുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്താ പറയാ യൂത്തിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കട്ടെ, ആളുകളെ പഠിക്കട്ടെ, ആളുകളുടെ പ്രശ്നം പഠിക്കട്ടെ, എന്നിട്ട് അത് പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാക്കിയത് ശാസ്ത്രീയ സംജ്ഞയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇന്നലെ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം റീൽസ് താരം എന്ന നിലയിലേക്കായിരുന്നു മുഖം പുറത്തേക്ക് വന്നത്. അപ്പോൾ എന്റർടൈൻമെന്റ് മേഖലയിൽ നിന്ന് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ താല്പര്യത്തോടു കൂടി തന്നെയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇത് ഞാൻ കീപ്പ് ചെയ്തിരിക്കും. ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, 100% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി 2020 പ്രതിനിധിയായി മത്സരിക്കുന്ന ആതിര ഡി നായർ ഏറ്റുമാനൂരിൽ ഉള്ളത്. നേരത്തെ സജീവമായിരുന്ന മേഖലകളിൽ, അത് സംഗീത മേഖലയായാലും റീൽസ് എന്റർടൈൻമെന്റ് മേഖലയായാലും, അതുപോലെ തന്നെ ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി താല്പര്യത്തോടുകൂടി രാഷ്ട്രീയവും കടമയായി കണ്ടു തന്നെ പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് ആതിര നൽകുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.